അപ്പോൾ നമ്മൾ അജന്ത ഗുഹകളിലാണ് ഉള്ളത്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ ഏകദേശം ഒരു മല ഇങ്ങനെ ഉണ്ട്. അതിപ്പോൾ ഇവിടുന്ന് ഞാനൊന്ന് ചുറ്റി കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ മല ഒരു പാറക്കെട്ട് മല ഇങ്ങനെ തുരന്ന് നേരെ പോയിരിക്കുകയാണ്. ഇതിൻ്റെ ഓരോ ഗുഹയുടെ കവാടങ്ങളാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഒരു ഫോട്ടോ എടുക്കാൻ സമ്മതിക്കും, ഫ്ലാഷ് ഇട്ടും പിന്നെ വീഡിയോ പിടിക്കാനും സമ്മതിക്കില്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നാണ് അങ്ങോട്ട് നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ആൾക്കാർ കയറി വരുന്നുണ്ടോ. അത് നമ്മുടെ ഗ്രൂപ്പൊക്കെ വരുന്നേ ഉള്ളൂ. ഞാൻ ആദ്യം വന്ന് ലാസ്റ്റായി. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഞാൻ പോവുകയാണ്. ഇതെല്ലാം കണ്ടോ, അത് പാറക്കെട്ട് കൊത്ത് ഗുഹകളാണ്. ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കുന്നത് കണ്ടോ, ഇതെല്ലാം ഗുഹകളിലെ ചിത്രങ്ങളാണ്. കുറേയൊക്കെ ഒരെണ്ണത്തിനകത്ത് പണി കല്ല് കൊത്തി കുറച്ച് പിന്നെ ഇത് മാത്രം പണിയാതെ പോയിട്ടുണ്ട്. ബാക്കി എല്ലാത്തിലും ശില്പങ്ങളുണ്ട്. അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല, ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പോൾ ഞാൻ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്താണ്, ഈ ഒരു ഗുഹയ്ക്കകത്താണ് പിന്നെ പണി തീരാതെ കിടക്കുന്നത്. അതിനകത്ത് കയറുമ്പോഴേ പറയുന്നത് ഒരു വീഡിയോ എടുക്കരുതെന്നാണ്. അതാണ് പ്രശ്നം. ഇതുണ്ട്, ഇതുണ്ട് ഇതിനകത്ത് കാണുന്ന കല്ലുകൾ. ഞാനൊരു സൈഡിൽ കൂടെ പോയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ, കല്ലുകൾ പണി തീരാതെ കിടക്കുകയാണ്. വെറുതെ കൊത്തിയിട്ട് അങ്ങനെ നിർത്തി പോന്നിരിക്കുന്നതാണ്. അയാളുച്ചയ്ക്കോ ഊടിനങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, മുഴുവൻ കല്ലുകൾ കൊത്തി നിരപ്പാക്കുന്നതിന് മുന്നേ ഉപേക്ഷിച്ച് പോയതാണ്. ആൾക്കാരൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് കാഴ്ച. എല്ലാ സൈഡിൽ കൂടെ ഇങ്ങനെ കയറി വരുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് വരുന്നേ ഉള്ളൂ. നമ്മുടെ അതിൽ നോക്കാം നമുക്ക്. നമ്മുടെ ഗ്രൂപ്പാണ് ഇപ്പോൾ പോയത്. ഇതൊരു ഗുഹയുടെ ഒരു ഇതാണ്, മുൻഭാഗമാണ്. പക്ഷേ ഇവർ ഇതിനകത്തൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. അതാ പ്രശ്നം. പുറത്ത് മാത്രമേ വീഡിയോ പറ്റുള്ളൂ. അവിടെ എല്ലായിടത്തിലും സെക്യൂരിറ്റി ഉണ്ട്. അവർ നമ്മൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇതിനകത്ത് സോറി ഇതിനകത്തൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഇതിനകം വീഡിയോ എടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഒന്നുമില്ല, ഇതിനകത്ത് ബിംബങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഞാൻ പോയി തിരിച്ചു. ആ ആ ഇതൊരു ഗുഹയാണ്. ഇതിനകത്ത് ഒരു പ്രതിമയുണ്ട്. ഒക്കെ സെക്യൂരിറ്റി അവിടെ നിൽക്കുകയാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. കണ്ടോ, ജനങ്ങളൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
ഇതാണ് ഇങ്ങനെ കാണുന്നത്. ഇതുണ്ട്, ഇത് ആണ് ഒരു വലിയ മല എന്ന് പറയുന്നത്. ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ്. ഇതാണ് കൊത്തി. അവിടെ വരെ എത്തിയിട്ട് അവർ നിർത്തിയിട്ടുണ്ട്, അതിന് ശേഷം കൊത്തിയിട്ടില്ല. ആൾക്കാർ കയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങാനാണ്. ഇത് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി പോകണം. ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ വഴികളാണ്. വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട്. एकदम भारी वातावरण खालचं. प्लेन में ഇതെല്ലാം ഇപ്പോൾ ആദ്യം അങ്ങോട്ട് പോയതാണ്. ഇപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ആദ്യം ഗുഹയ്ക്ക് ഉള്ളിൽ കയറി ഫോട്ടോ എടുത്തുകൊണ്ട് തിരിച്ച് വരുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ പുറത്തുകൂടെ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. എല്ലായിടത്തും സെക്യൂരിറ്റി ഉണ്ട്, അവർ സമ്മതിക്കില്ല. എന്താണ് അപ്പോൾ ഒരു ഗുഹയ്ക്കുള്ളിലൊരു ബുദ്ധൻ്റെ പ്രതിമ കാണിച്ചു തരാം. ഇപ്പം മറഞ്ഞു നിൽക്കുക ആൾക്കാരെ. എന്താണ് അതാണ്. ചേട്ടാ പറയുന്ന കേക്ക് സെൽഫി കളിക്കരുത്. ഇതൊക്കെ ഗുഹയ്ക്ക് പുറത്തുള്ള കാഴ്ചകളാണ്. അകത്തോട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഇത് കണ്ടോ, ഇതാണ് ഗുഹയ്ക്കകത്തെ ഓരോ കാഴ്ചകൾ. ഞാനിപ്പോൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വൺ ബൈ വൺ ചെയിൻ ആയിട്ടിങ്ങനെ കൊത്തിയതാണ്. ഇതുകൊണ്ട് ഇതൊക്കെ പഴയ കാലത്ത് കൊത്തിയിട്ട് വാതിലുമാരി ആക്കിയിട്ടാണ് അപ്പുറത്തോട്ട് അവർ പോയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ അജന്ത ഗുഹകളുടെ ഏകദേശം ഒരു രൂപം. ഇതൊരു ഗുഹയാണ്. ഇതിനകത്ത് വലിയ ഹാള് മാതിരി ഉള്ളതിലാണ് ഈ
വലിയ സ്ഥലത്ത് മുഴുവൻ ബിംബങ്ങളും ചുവർ ചിത്രങ്ങളുണ്ടായിരുന്നു. ചുവർ ചിത്രമൊക്കെ മൊത്തം എന്താ പറയുക, ദ്രവിച്ചു പോയി, ഒന്നും കാണില്ല. ഇതുണ്ട്, ഇതെല്ലാം ഒരു സൈഡിൽ കൂടെ ചെറിയ വഴിയായിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. ഇത് കണ്ടില്ലേ? എന്നുവെച്ചാൽ മൊത്തത്തിലൊരു മലയുടെ ഒരു കിലോമീറ്റർ ഏകദേശം ഉള്ളത് പാറയാണ്. ആ പാറ ഒന്ന് ചേർന്ന് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. എവിടെയും സെക്യൂരിറ്റി ഉണ്ട്, അവർ സമ്മതിക്കില്ല. ഇതിനകത്ത് ബുദ്ധൻ്റെ പ്രതിമയാണ്, ഇതിനകത്ത് സമ്മതിക്കുക. അങ്ങ് അറ്റത്താണ് ഇരിക്കുന്നത്, ലാസ്റ്റ് വലിയ ഹാളുമാരി ഉള്ളിടത്ത്. ഇതാണ് താഴത്തെ കാഴ്ചകൾ. വനമാണ് ഫുള്ള്, പുഴയൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് അങ്ങോട്ട് കാണുന്നതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ കയറി വന്നത്. അതോ അങ്ങ് ലാസ്റ്റ് ആൾക്കാർ പോകുന്നു, അവിടെ നിന്നാണ് കയറി വന്നത്. പിന്നെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ.